ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കുഞ്ഞിനെ 56ആയിരുന്നു, 28 കെട്ട്. 28ൻ്റെ അന്ന് കിട്ടിയില്ല, അപ്പോൾ 56ൻ്റെ അന്നാണ് ഞങ്ങൾ നൂല് കെട്ട്, നൂല് കെട്ടും പേരിടയിൽ ചടങ്ങുമൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്, വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ 10നും 11നും ഇടയ്ക്കുള്ളൊരു മുഹൂർത്തത്തിലാണ് ചടങ്ങ് നടത്തുന്നത്. അപ്പം അമ്മയും കുഞ്ഞും എല്ലാം ഇവിടെയുണ്ട്. പ്രാവശ്യം വീഡിയോ എടുത്തുന്നത് വസുവാണ് കേട്ടോ. അപ്പോൾ അവൻ നേരത്തെ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അവനോട് പറഞ്ഞപ്പോൾ അവൻ എടുത്തു തരാമെന്ന് പറഞ്ഞപ്പം ഇതാ നമ്മുടെ കുഞ്ഞിൻ്റെ അങ്ങനെ 56 കെട്ടാണ്. 28 കെട്ട് ചടങ്ങാണ്, 56നാണ് നടത്തുന്നത്. അപ്പം കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ ലൈവായിട്ടുള്ള വോയിസ് ഒന്നും കേൾപ്പിക്കാൻ പറ്റില്ലേ. അപ്പോൾ ദേവിക കുഞ്ഞിനെ മേടിച്ച് അപ്പം അടുത്ത് ഞാനും ഇരുന്നു. കൊച്ച് നല്ല കരച്ചിലാണ്, കണ്ടറിയാലോ. അപ്പോൾ വീഡിയോക്കകത്ത് കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിൻ്റെ പേര് ഇച്ചിരി കഴിഞ്ഞിട്ട് കാണാം, നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കാണട്ടാ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കുഞ്ഞ്, അപ്പോൾ ആദ്യത്തെ കുഞ്ഞിൻ്റെ ചരടുകെട്ടാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ വീഡിയോ കാണുന്നവർ പല ദേശങ്ങളിലുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ എന്താണ് ഈ ചടങ്ങുകൾക്ക് പല നാട്ടിലും പല പേരായിരിക്കും. അതെന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇപ്പം അവൾ കരച്ചിലില്ല, അമ്മയുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. അമ്മയുടെ കയ്യിലിരിക്കാൻ അവൾക്ക് ഒട്ടും കരച്ചിലില്ല. കൈ മാറുമ്പോൾ നല്ല കരച്ചിലായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു പ്ലേറ്റ് ഈ അരിയുടെ മുകളിൽ നിർത്തിയിട്ടാണ് നൂല് കെട്ടുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അരയിൽ 28 മേടിച്ചിട്ട്, അതായത് 5 ലോഹങ്ങളുണ്ടാവേ, നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും. സ്വർണ്ണാഭരണങ്ങളൊക്കെ മേടിക്കാൻ ജുവലേഴ്സിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ 28 മേടിച്ച് കുഞ്ഞിൻ്റെ അരയെ കെട്ടിക്കഴിഞ്ഞിട്ട് അരഞ്ഞാണം, കൊച്ചിൻ്റെ അരഞ്ഞാണം ഇടിപ്പിച്ച് കാൽത്തള്ള ഇടിപ്പിച്ച് ാണ് പിന്നീടാണ് നമ്മൾ പേരിടൽ ചടങ്ങിലേക്ക് പോകുന്നത്. അരഞ്ഞാണം ഇട്ടു. അപ്പോൾ നല്ല കരച്ചിലാട്ടോ കുഞ്ഞ്. ഇതിന് കുഞ്ഞല്ലേ, ഒന്നും പരിചയമില്ലല്ലോ. അപ്പോൾ അടുത്ത് കൊച്ചുകാരനും ശ്രീകുട്ടി ഇതെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അവർക്ക് ഇതൊക്കെ നല്ല ആകാംക്ഷയോടെ കാണുന്നൊരു കാഴ്ചയായിട്ടാണ് തോന്നിയത്. എല്ലാവരും വീട്ടിൽ നിന്ന് ഞങ്ങൾ അധികം പേരൊന്നും ഇല്ലായിരുന്നു, വലിയ പരിപാടി വീട്ടിൽ വെച്ചില്ല. നമുക്കിനി ദേവികയെ തിരിച്ച് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ വീട്ടിലെല്ലാവരെയും, ദേവൻ്റെ വീട്ടിലെല്ലാവരെയും വിളിച്ച് ചേർത്ത് ഒരു ചെറിയൊരു ഫങ്ഷനായിട്ട് വെക്കണമെന്നുണ്ട്. അത് പിന്നീടേ ഉള്ളൂ കേട്ടോ, 90 ദിവസം കഴിഞ്ഞിട്ട്. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ദിനം കൂടി അങ്ങ് കഴിഞ്ഞു പോയി. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തേനും വയമ്പുമാണ് കൊച്ചിന് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് വായത്തൊട്ട് കൊടുക്കും, തേനും വയമ്പും. ഇത് കൊടുക്കുമ്പോൾ കരച്ചിലൊക്കെ നിർത്തുമെന്ന് കരുതിയതാണ്, പക്ഷേ കരച്ചിൽ നിർത്തിയിട്ടില്ല. അവൾക്ക് ഇതൊന്നും വേണ്ട. അപ്പോൾ കൊടുത്തതേ കരയുന്ന വേണ്ട, അതും കരഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അത് അമ്മയുടെ വക ചെറിയൊരു സമ്മാനം, വള, അത് ഇട്ട് കൊടുത്തു. ഇനി ഞങ്ങൾ പേരിടൽ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അത് എടുത്ത് ചെവി പൊത്തി വലത്തെ ചെവിയിലൂടെ കൊച്ചിൻ്റെ പേര് 3 തവണ പറഞ്ഞു കൊടുത്തു. കൊച്ചിൻ്റെ പേര് വൈദേഹി എന്നാണ് കേട്ടോ. അത് കുറച്ച് കഴിയുമ്പം കാണാം പേര്. നല്ല കരച്ചിലവള്. 3 പ്രാവശ്യം പറഞ്ഞ് അമ്മയുടെ കയ്യിലേക്ക് കൊച്ചിനെ കൊടുത്തു. അപ്പോൾ അമ്മ അവൾ പേര് വിളിച്ച് മേടിച്ച്. വീട്ടിൽ വിളിക്കുന്നത് പലരും പല പേരാ. പാറു എന്നാണ് നിലവിലിപ്പോൾ വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ നല്ല പേരാണോ? വീട്ടിൽ വിളിക്കാൻ പറ്റിയൊരു നല്ല പേര് നിങ്ങളെല്ലാവരും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? വീട്ടിൽ വിളിക്കാൻ പറ്റിയ. അപ്പോൾ അത് അമ്മയുടെ കുഞ്ഞുവള ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. നേരത്തെ ഇട്ട പൂവിൽ പോയായിരുന്നു കേട്ടോ. കുഞ്ഞു കൈയല്ലേ. പിന്നെ കരിവളയൊക്കെ ഉണ്ടായിരുന്നു, കരിവളയൊക്കെ ഇടിപ്പിച്ചു, ചന്ദൻ തൊടിയിപ്പിച്ചു, പൊട്ട് തൊടിയിപ്പിച്ചു. നമ്മുടെ വസു അതൊക്കെ ഇടയ്ക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇത് ചിറ്റയും അമ്മയും ദേവുവിൻ്റെ അമ്മയും പിള്ളേർ 2 പേരും. ഇവർ 2 പേരും അടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവരുടെ മടിയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞിനെ മടി വെച്ച് കൊടുക്കാൻ വേണ്ടി 2 അടുത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ കരിവള ഇട്ട് കൊടുത്ത് കൈ ചുരുട്ടി പിടിച്ചേക്കുക. കയറ്റിയിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കരച്ചിലായതുകൊണ്ടാണ് കേട്ടോ.
പരിചയമില്ലാത്തതാണല്ലോ, ഇത്ര ആൾക്കാരെയൊക്കെ കണ്ടല്ലോ, അതിൻ്റെയൊക്കെ ചെറിയൊരു കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പം നല്ല ഉറക്കമായിരിക്കേ, ഒരു കുഴപ്പമില്ല. ദൈവൻ്റെ മടിയിലിരുന്നാണ് അതേ തൊടുമ്പോൾ അവൾ തൊടുമ്പോൾ കൊച്ചിൻ്റെ കരച്ചിൽ നേർന്ന് എല്ലാം തീർന്ന്. നമ്മൾ പിടിക്കാൻ വെക്കും കരച്ചിൽ. ഇത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ചെറിയൊരു പൊട്ടൊക്കെ തൊടാൻ വേണ്ടി ചന്ദനം ചാലിച്ച് നെറ്റി തൊട്ട് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ കൊച്ചിന് പൊട്ട് തൊടാൻ കഴിഞ്ഞൊരു കൺമഷി അമ്മ കൊണ്ടുവന്നു, പൊട്ട് തൊട്ട് കൊടുത്തു, നെറ്റി ചന്ദനം ചാർത്തി കൊടുത്തു. പൊട്ട് സൈഡിലാട്ടോ തൊട്ടത്. ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത് തന്നെ ആൾ ഉണർന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി കൊച്ചിൻ്റെ പേര് നമുക്ക് റിവീൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഇത് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു ഫ്ലെക്സ് അടിക്കുന്ന ഒരു പ്രസിഡന്റ് പറഞ്ഞ ആലിലയുടെ ഷേപ്പിൽ കൊച്ചിൻ്റെ പേര് 2 ആലിലെടുത്ത്, അതിൽ ഒന്ന് ബാക്കിൽ മറ്റേ ഒരു ചെറിയ എന്തൊരു തെർമോക്കോളല്ല, ഒരു പോളിത്തീൻ ഷീറ്റ് കട്ടിയുള്ള സംഭവമാണ്, അതിൽ ഒട്ടിച്ചെന്നതേ കണ്ട കോൾമി വൈദേഹി. കൊച്ചിൻ്റെ പേര് വൈദേഹി എന്നാണ്. ഞങ്ങളത് പാർവതി റിലേറ്റഡ് നെയിം വെച്ചിട്ട് ചെയ്തതാണ്, പേര് കണ്ടുപിടിച്ചതാ. അതാണ് പാറു എന്ന് വിളിക്കുന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോയും കൂടി ചെയ്ത് നമ്മുടെ കൂട്ടുകൂടി നമ്മുടെ എല്ലാ അപ്ഡേഷനും ഇതിൽ അറിയിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.